ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ മാത്സിലെ കേരള സിലബസ് ഈക്വൽ ട്രയാങ്കിൾസ്. എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഡു യു നോ വാട്ട് ഈസ് എ ട്രയാങ്കിൾ? നിങ്ങൾ ട്രയാങ്കിൾസ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയേ. ഇൻസ്ട്രുമെന്റ് ബോക്സിൽ യു മസ്റ്റ് ബി സീയിങ് 2 ട്രയാങ്കിൾസ് ലൈക്ക് ദിസ് അല്ലെ? എന്താണ് ഇത്? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സെറ്റ് സ്ക്വയർ എന്നാണ് അല്ലെ. ലെറ്റ്സ് ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ദിസ് സെറ്റ് സ്ക്വയർ. അപ്പൊ സെറ്റ് സ്ക്വയർ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. ഈ സെറ്റ് സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. എത്ര ആംഗിൾസ് ഉണ്ട്? 3 ആംഗിൾസ് ഉണ്ട്. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. അങ്ങനെ 3 സൈഡ്സും 3 ആംഗിൾസും ഉള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആണ് നമ്മുടെ ട്രയാങ്കിൾ. അപ്പൊ ഇതില് when it is coming to equal triangle, അപ്പൊ നമുക്ക് പറയാം ഇത് ട്രയാങ്കിൾ 1 ആണ്, ഇത് ട്രയാങ്കിൾ 2. ഈ രണ്ട് ട്രയാങ്കിളും എടുത്തിട്ട് ഇത് ഈക്വൽ ആണോ? എന്താ ഈക്വൽ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ടേക്ക് 2 1 rupee coins. 2 1 rupee coins എടുത്തിട്ട് ഒന്നിന്റെ മുകളിൽ രണ്ടാമത്തെ ചേർത്ത് വെച്ചാൽ അത് സൂപ്പർ ഇമ്പോസിബിൾ ആണ് അല്ലെ, ചേർന്ന് നിൽക്കും. അപ്പൊ നമ്മൾ പറയും 2 1 rupee coins are equal അല്ലെ. ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിന്റെ മുകളിൽ അതേ ടൈപ്പ് ഒരു നോട്ട്ബുക്കും കൂടെ ചേർത്ത് വെച്ചാൽ ഇറ്റ് ഇസ് ഈക്വൽ അല്ലെ. എന്ന് പറഞ്ഞ പോലെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ? നമുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും സൈഡ് ചേർത്ത് വെച്ചാൽ നമുക്ക് ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. ക്യാൻ വി സൂപ്പർ ഇമ്പോസ് ഇറ്റ്? ഏതെങ്കിലും ഒരു സൈഡ് ചേർത്ത് വെച്ചാൽ നമുക്ക് ഇതിന്റെ മുകളിൽ ചേർന്ന് നിൽക്കും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. യു ജസ്റ്റ് ട്രൈ. Take 2 set squares from your instrument box and try to superimpose. പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ I would say നിങ്ങളുടെ അടുത്തുള്ള രണ്ട് സെറ്റ് സ്ക്വയറും ഐഡന്റിക്കൽ ആണ് അല്ലെ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. പക്ഷെ നോർമലി നമുക്കത് പറ്റില്ല. ഇവർ തന്നിരിക്കുന്ന ഈ രണ്ട് സെറ്റ് സ്ക്വയറും നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ they are not equal. പക്ഷെ രണ്ടും എന്താണ്? ട്രയാങ്കിൾസ് ആണ്. പക്ഷെ അങ്ങനത്തെ രണ്ട് ട്രയാങ്കിൾസും ഉണ്ട്. So what are the speciality? How 2 triangles can be equal? നമ്മൾ എങ്ങനെയാണ് സർട്ടിഫൈ ചെയ്യുക? അതെ, ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഈസിയസ്റ്റ് വഴി രണ്ട് ട്രയാങ്കിൾ നമ്മൾ വരച്ചു നോക്കുന്നു. and you cut it and like this you try to superimpose, and if they match we will say these 2 triangles are equal triangles. പക്ഷെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള ഇപ്പോഴുള്ള ഈ എന്റെ കയ്യിലുള്ള ഈ രണ്ട് ട്രയാങ്കിൾസും എന്തല്ല? ഈക്വൽ ട്രയാങ്കിൾസ് അല്ല. അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ 8ാം ക്ലാസ്സിലെ കേരള സിലബസ് SCERT സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ ട്രയാങ്കിൾസ്. ഇഷ്ടംപോലെ ട്രയാങ്കുലർ ഷേപ്സ് നമ്മുടെ ചുറ്റും കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ സമൂസ കഴിച്ചില്ലേ? വെജ് സമൂസ ഓർ ചിക്കൻ സമൂസ, അതെന്ത് ഷേപ്പിലുള്ളത്? ട്രയാങ്കുലർ ഷേപ്പ് അല്ലെ. ഇതേപോലെ നിങ്ങളുടെ ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. പലതരം ഷേപ്സും ട്രയാങ്കുലർ ഷേപ്സിലാണ് ഉണ്ടാവുക. അപ്പൊ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? That is what we are going to learn in this chapter. So we'll be going step by step. First, I will show you how we can draw a simple triangle and how we can draw an identical triangle, how we can match, what are the rules, എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാം. So let's go straight to the class. അപ്പൊ ഇവിടെ എൻ്റെ ഒരു ഫസ്റ്റ് ട്രയാങ്കിൾ വന്നിട്ടുണ്ട് and I am drawing another triangle. So ഇതിനു മുമ്പ് നമുക്ക് ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കാം. ജസ്റ്റ് മിനിമൈസിങ് മൈ വീഡിയോ. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് let us do this activity. Let's all draw a triangle with sides 3 4 5 cm. എങ്ങനെയാണ് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ വശങ്ങളുടെ അളവുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം? How will you do that? So first thing what you need is, എല്ലാവരും ഇൻസ്ട്രുമെന്റ് ബോക്സ് തുറന്നിട്ട് നമ്മളുടെ റൂളർ എടുക്കുക അല്ലെ. എല്ലാവർക്കും അറിയാലോ. റൂളർ എടുത്തിട്ട് ഒരു സൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ വരയ്ക്കാം. ഒരു സൈഡ് 3 ആയിരിക്കണം, രണ്ടാമത്തെ 4 ആയിരിക്കണം, മൂന്നാമത്തത് 5 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. താഴെ ബേസ് ലൈൻ 3 സെന്റിമീറ്റർ ആയിട്ട് ഒരു ട്രയാങ്കിൾ നമുക്ക് ആദ്യം വരച്ചു നോക്കാം. അപ്പൊ ആദ്യം
റൂളർ എടുത്തിട്ട് 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. എല്ലാവരും വരച്ചു നോക്കിയാ. ഒരു റൂളർ എടുത്തിട്ട് നമ്മുടെ ഒരു നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. വരച്ചല്ലോ. അതിന് നമുക്കൊരു പേരും കൊടുക്കാം അല്ലെ. അതിനൊരു പേര് കൊടുക്കുക, വരച്ച അളവും അതിന്റെ മുകളിൽ അടയാളപ്പെടുത്തി വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇതിനൊരു നെയിം കൊടുക്കാം. അപ്പൊ ഞാൻ തൽക്കാലം സ്കെയിൽ എടുത്ത് മാറ്റി വെക്കുന്നു. എന്നിട്ട് നമുക്കിതിന് പേര് കൊടുക്കാം. അപ്പൊ ഇതിന് കൊടുക്കുന്ന പേര് AB എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, AB എന്നാണ് പേര് കൊടുക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ്. A എന്ന് പേര് കൊടുത്തു. അതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡിന് എന്ത് കൊടുക്കാം, B എന്ന് പേര് കൊടുക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞു, AB. ഇനി ഇതിന്റെ നീളം എത്രയാണ്? യു ക്യാൻ റൈറ്റ് ദാറ്റ് ഓൾസോ. സോ ദിസ് വാസ് 3 സെന്റിമീറ്റർ അല്ലേ. അപ്പം യു റൈറ്റ് ദാറ്റ് ഓൾസോ. സോ ദിസ് AB ഈസ് 3 സെന്റിമീറ്റർ. അപ്പൊ അത് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു. നമ്മൾ A വരച്ചു, സോറി A മാർക്ക് ചെയ്തു, B മാർക്ക് ചെയ്തു, ആൻഡ് ഇറ്റ് വാസ് 3 സെന്റിമീറ്റർ. ഇറ്റ് വാസ് 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് C കണ്ടുപിടിക്കണം. ഈ C എന്നുള്ള പോയിന്റിന്റെ പ്രത്യേകത 3 സെന്റിമീറ്റർ വി ഓൾറെഡി ചോസ്, റൈറ്റ്? സോ അടുത്ത പോയിന്റ് എങ്ങനെ വരും? അടുത്ത പോയിന്റ് എയിൽ നിന്ന് 4 സെന്റിമീറ്റർ ആയിരിക്കണം, ബിയിൽ നിന്ന് 5 സെന്റിമീറ്റർ ആയിരിക്കണം. സോ യു ആർ ഫൈൻഡിങ് എ സ്പെഷ്യൽ പോയിന്റ്. ആ പോയിന്റിന്റെ പ്രത്യേകത നമുക്കറിയാം, ദർ ക്യാൻ ബി എനോമസ് പോയിന്റ് അറൌണ്ട് ദിസ്, റൈറ്റ്? ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ടാവും. പക്ഷെ അതിൽ ഒരു പോയിന്റിന്റെ പ്രത്യേകത, ദാറ്റ് ഈസ് 3 സെന്റിമീറ്റർ ഫ്രം എ ആൻഡ് 4 സെന്റിമീറ്റർ ഫ്രം എ ആൻഡ് 5 സെന്റിമീറ്റർ ഫ്രം ബി. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതിനാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നിങ്ങളുടെ കോമ്പസ് എടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് 4 സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ സൈഡ്. അപ്പൊ നമ്മൾ കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുക്കുന്നു, റൈറ്റ്? എല്ലാവരും കറക്റ്റ് ആയിട്ട് 4 സെന്റിമീറ്റർ എടുക്കുക. അത് എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ അത് എയിൽ കൊണ്ടുവെക്കുക. ലെറ്റ്സ് കീപ് ദാറ്റ് ഓൺ എ. കറക്റ്റ് ആ പോയിന്റ് എയിൽ ചേർത്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്റെ ചുറ്റും ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട 4 സെന്റിമീറ്റർ ഉള്ള പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചേക്കാം. അപ്പൊ ഈ ആർക്കില് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഫ് യു ഡ്രോ എ circle like this or an arc like this, all the points are equidistant from A. ഈ ആർക്കിൽ ഏത് പോയിന്റ് അളന്നുണ്ടെങ്കിലും it will be 4 സെന്റിമീറ്റർ അല്ലെ. 4 സെന്റിമീറ്ററുള്ള എല്ലാ പോയിന്റും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 5 സെന്റിമീറ്റർ ആണ് വേണ്ടത്. സോ നമ്മൾ കോമ്പസിൽ 5 സെന്റിമീറ്റർ അളക്കുക. ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ you take 5 സെന്റിമീറ്റർ now. This time it is 5 സെന്റിമീറ്റർ. കറക്റ്റ് 5 സെന്റിമീറ്റർ അളക്കുക കോമ്പസിൽ. അപ്പൊ ഓർമ്മിക്കേണ്ട, അത് ബിയിൽ നിന്നാണ്, എയിൽ നിന്നല്ല. എയിൽ നിന്ന് 4 സെന്റിമീറ്റർ നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബിന്ന് 5 സെന്റിമീറ്ററിൽ നമ്മൾ ഒരു ആർക്കും കൂടെ വരയ്ക്കാം. ഇങ്ങനെ ആർക്ക് വരയ്ക്കാം. ഇങ്ങനെ ആർക്ക് 2 എണ്ണം വരച്ചു കഴിഞ്ഞപ്പം ഓൺലി അറ്റ് 1 പോയിന്റ്, നോട്ട് ഓൺലി അറ്റ് 1 പോയിന്റ്, ആക്ച്വലി താഴെയും ഇതേമാതിരി ഒരു പോയിന്റിൽ ഇത് ഇന്റർസെപ്റ്റ് ചെയ്യും. 2 പോയിന്റ്സിലാണ് ശരിക്കും ആക്ച്വലി ഇന്റർസെപ്റ്റ് ചെയ്യുക. അപ്പൊ മുകളിലുള്ള ഈ ഒരു പോയിന്റിൽ ചെയ്തു. അതേമാതിരി നമ്മളിത് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ അതേമാതിരി ഒരു പോയിന്റ് കിട്ടും. അതിപ്പോ തൽക്കാലം വേണ്ട. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ആൻഡ് നമുക്ക് ആ പോയിന്റിന് ഒരു പേര് കൊടുക്കാം. ആ പോയിന്റിന്റെ പേരാണ് സി. അപ്പൊ നമ്മൾ സി എന്നുള്ള പോയിന്റ് കണ്ടുപിടിച്ചു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ ഇതേമാതിരി 2 നമ്മൾ ആർക്ക് വരച്ചിട്ട് ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി പോയിന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലെറ്റ് us കംപ്ലീറ്റ് അവർ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഈ പോയിന്റ് നമുക്ക് ഈ എയിലേക്കും അതേപോലെ സിയിൽ നിന്ന് ബിയിലേക്കും നമ്മൾ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം.
So you got your first triangle. So here base you took 3 centimeter. അതുകൊണ്ട് AC you took 4 centimeter and BC you took 5 centimeter. ആ മെഷർമെന്റ് ഒക്കെ നമ്മൾ ഇവിടെ എഴുതി വെക്കും. So this was 4 centimeter, right? And this was 5 centimeter. 5 centimeter. I hope everyone understood how to draw this triangle. So here AB was 3 centimeter, right? So let's say another student, another person decide, I don't want base with 3 centimeter. I want a base with 5 centimeter. Let's say he is drawing a base with 5 centimeter. എങ്ങനെ വേണേ വരയ്ക്കാം അല്ലേ? ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. നമുക്ക് AB-യുടെ നീളം 4 അല്ലെങ്കിൽ 5 സെന്റിമീറ്ററിലും ഇതൊന്ന് വരച്ചു നോക്കാം. So I'm going to draw my second triangle. എല്ലാവരും വരച്ചു നോക്കുക. രണ്ടാമത്തെ ട്രയാങ്കിളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ബേസ് 5 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ വരയ്ക്കാം. So base is 5 centimeter. 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ വരച്ചു. ഓക്കെ, ഇത് 5 സെന്റിമീറ്റർ ആണ്. അതിന് നമുക്ക് PQ എന്ന് പേര് കൊടുക്കാം. So you are going to name it as P and Q. PQ എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് R കണ്ടുപിടിക്കണം. മൂന്നാമത്തെ പോയിന്റ് R. അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത്? 5 സെന്റിമീറ്ററിലാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ അതും നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. 5 സെന്റിമീറ്റർ. എല്ലാവരും ചെയ്യട്ടോ. അത് നിങ്ങളിത് വീഡിയോ കാണുന്ന കൂട്ടത്തില് along with this you also do it. So draw a line segment 5 centimeter and name it as PQ. Now we have to find the point R, which is 3 centimeter from P and 4 centimeter from Q. So let us take the ruler and the compass, do the same method. So we are going to take 3 centimeter first. So let's take 3 centimeter. So let's take 3 centimeter from P. And we are going to draw an arc. Let's draw an arc. So this was 3 centimeter. Then again, what is remaining is 4 centimeter, right? So let us draw one more arc, and this time it is 4 centimeter. So we have to mark it 4 centimeter. Let's make it perfect. Okay, 4 centimeter. And that is from Q, not from P, that is from Q. So you point to Q and you have to mark another arc. You have to draw another arc. അപ്പൊ ഇങ്ങനെ ഒരു ആർക്കും കൂടെ വരച്ചു. അപ്പൊ ഇവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് നേരത്തെ കിട്ടിയ മാതിരി ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് നമ്മൾ കൊടുക്കുന്ന പേരാണ് R. So you have to mark it as R. Now, like in last time, let us complete this triangle as well. So from this point, intercepting point, you complete your triangle. And mark all the measures, whatever you did. So this was 5 centimeter and this was 3 centimeter, right? This was 3 centimeter and one more, this was 4 centimeter. 4 centimeter. So these two triangles, what do you want to tell about these two triangles? Let's closely observe that. ഈ രണ്ട് triangles എങ്ങനെയാ വരച്ചത് ഒന്നും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. Just see the sides, how we completed. If you want, you can draw the third triangle also. മൂന്നാമത്തെ triangle വരയ്ക്കാം. അപ്പൊ 3 വരച്ചു, 5 വരച്ചു. If base is 4, you can draw a triangle of XYZ, right? So നമ്മൾ പറയാണ്, you can draw one more, XYZ.
മൂന്നാമത്തെ ട്രയാങ്കിളും വേണമെങ്കിൽ ഇതേപോലെ വരച്ചു നോക്കാം. Similarly, but here the base can be, so we did with 3, 5, and you can do it with 4 also. So the third triangle XYZ, if you want, you do the same. So here you will make it 4. So in 3 ways you can draw this triangle, maybe more than this also. Okay, so let's closely watch these two triangles, ABC and PQR. These are our two triangles, right? Okay, so this I did not mention this. Okay, give me 1 second. 1 second. Okay, so this was 4 centimeter. This was 4 centimeter. Right? Okay, so let's closely watch these two triangles. First triangle is ABC and second triangle is PQR. I hope everyone understood and everyone did this also. Now, next activity, what you need to do is draw these two triangles in a paper, okay, and cut these two triangles like we did, right? Like we did, cut these two triangles and try to superimpose it and see if you can match it. Okay, so these two triangles, if you twist a bit in one position, they will match. So these two triangles are going to be equal triangles. Just to demonstrate the same, let me draw a triangle here because this one I cannot twist easily. So this is my first triangle. Okay, this is my first triangle and this is my second triangle. Okay, so let's say it was like this. Okay, so question is, these two triangles, right, are they equal? So let us try to superimpose. Can I superimpose it? Try to rotate it, right? If I rotate it like this, let me try. No, it is not possible. But if I rotate it like this, and if I try to bring it, no, but there is a way. Yeah, so see this. So if I properly place it, these two triangles, as you see, I can superimpose these two. So in this figure, what you see is two triangles, and these kind of triangles are called equal triangles. So like I just demonstrated, ഇപ്പൊ കാണിച്ച പോലെ നിങ്ങൾ ഈ വരച്ച ട്രയാങ്കിൾസും ഇതേമാതിരി ഇങ്ങനെ തിരിച്ചിട്ട് ചേർത്ത് വെക്കാൻ നോക്കിയാൽ at one point they will be superimposable. ഒന്നിന്റെ മുകളിൽ രണ്ടാമത്തെ ചേർത്ത് വെക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ വരച്ച രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ ഇപ്പൊ എ ബി എന്നുള്ള സൈഡ് എ ബി, റൈറ്റ്? എ ബി എന്നുള്ള സൈഡ് 3 സെന്റിമീറ്റർ ആണ്. പി ആർ എന്നുള്ള സൈഡും 3 സെന്റിമീറ്റർ ആണ്. എ സി 4 സെന്റിമീറ്റർ, ക്യു ആർ 4 സെന്റിമീറ്റർ, ബി സി 5 സെന്റിമീറ്റർ, പി ക്യു 5 സെന്റിമീറ്റർ. So we have got 3 sides of triangle 1 equal to 3 sides of triangle 2. അല്ലേ? ഇവിടെ triangle 1, the name was ABC. Triangle 2, the name is PQR. But if you closely observe, what we have found is triangle AB എന്നുള്ള സൈഡിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു സൈഡ് ഉണ്ട്. അതേമാതിരി AC-ക്ക് ഈക്വൽ ആയിട്ട് AC 4 സെന്റിമീറ്റർ ആണ്, QR ഉണ്ട്. അതേപോലെ BC-ക്ക് ഈക്വൽ ആയിട്ട് PR ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വൽ ട്രയാങ്കിൾ. സോ നമ്മൾ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇഫ് 3 sides of a triangle is equal to 3 sides of another triangle, side, SSS. If 3 sides of first triangle is equal to 3 sides of second triangle,
ഈ triangles are superimposable. രണ്ട് triangleഉം നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. Okay? രണ്ട് trianglesനെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. And I would say these two triangles are equal triangles. These two triangles are equal triangles. മനസ്സിലായോ? I hope you understood. So I'm going to pause. The first activity you have is draw this triangle and try to cut it and superimpose it. Okay, so we are moving to the next triangle. Before that, I want to show you few more things here. Let's try to match, or let us try to find out that equality. How will you write this? Triangle ABC is equal to triangle PQR. Is it correct? Or is it PRQ? Or is it RQP? Or what exactly it is? When does this matches? So, ഒരു method എന്താ വെച്ചാൽ രണ്ട് triangle cut ചെയ്യുക. Okay, you cut these two triangles and try to superimpose and find out matching vertexes. എന്റെ മുകളിൽ ഏത് പോയിന്റാ വരുന്നത് നോക്കുക. ആ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ബിന്റെ മുകളിൽ ഏത് പോയിന്റാ വരുന്നത് നോക്കുക. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാതെ എപ്പോഴും നിങ്ങൾക്ക് ഇതേമാതിരി you cannot cut triangles all the time, right? So there is a simple technique which I want to tell you guys. So let's see. അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിളിന്റെ പേര് കൊടുക്കാൻ പോകുന്നത്, see, I'm going to write the name of first triangle. Okay, so let's say I'm going to write it as ABC. Okay, so let me take a text tool here. So first, if I'm going to say ABC, how will you match it? അതാണ് ചോദ്യം. So I take the pen tool. Give me 1 second. So this is what I'm going to tell you. Triangle. So you have to denote it like this. Triangle ABC. So triangle ABC is equal to, how will you write the second triangle name? So first thing what you need to see is, what is the first two sides? AB. AB is 3 centimeter, which is 3 centimeter on the second triangle. That is PR. So always it should be either PR or it has one more name, right? PR and RP is same side. RP is same side, right? So when you say triangle ABC, if you are trying to name the first triangle name as triangle ABC, first take the first side, that is AB. AB എത്രയാണ്? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്ററിലെ ആളെ ഇപ്പുറത്തുനിന്ന് എടുക്കുക. 3 സെന്റിമീറ്ററിലെ ആളാരാണ്? PR. So take PR as the side. And PR is equal to RP again. So it should be PR, or even you can write RP. So what is the remaining name? Renaming vertex name is Q, right? So one of this is true. Both are not true. Let's see. So AB definitely match. Let's take second and third. BC. What is the length of BC? BC is 5 centimeter. So in first, BC is equal to RQ. Is RQ also 5 centimeter? No, RQ is 4 centimeters. So this cannot be true. How about these two? BC is 5 centimeter, right? BC here it is second and third. Take the second and third, that is PQ. PQ also is 5 centimeter. Then take AC, first and last. AC is 4 centimeter. So AC is 4 centimeter. RQ also should be 4 centimeter. Is it true? RQ also 4 centimeter. So we can say, if I'm writing triangle ABC, if I'm writing triangle ABC, the equation is, or I would say triangle ABC is equal to triangle RPQ. So you cannot write the second triangle's name as you wish. Or in other terms,
If you take triangle ABC and if you try to match angle A, the R should be on top of A, B should be on top of P, C should be on top of Q. Then these two triangles are super impossible. ഒന്നിന്റെ മുകളിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ ചേർത്ത് വെക്കാം. ചേർത്ത് വെക്കുന്ന ഒന്നുകിൽ ഇങ്ങനെയായിരിക്കണം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ്. Now let's say if you first triangle ന്റെ പേര് നിങ്ങൾ കൊടുക്കുന്ന ACB എന്നാണെന്ന് വിചാരിക്കുക. So I want to know like this. Triangle ACB is equal to what? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിളിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ACB. That is a valid name, right? ACB. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം? ഇപ്പുറത്തെ എങ്ങനെയാണ് എഴുതുക? How will you superimpose? ഇപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേര് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് AC. AC is 4 സെന്റിമീറ്റർ അല്ലെ? AC 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ഉള്ള ആരാണ് ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കാം. 4 സെന്റിമീറ്റർ ഉള്ളത് RQ ആണ്. RQ ആണ് അല്ലെങ്കിൽ QR ആണ്. രണ്ടും 4 സെന്റിമീറ്റർ ആണ്. ബാക്കിയുള്ള ലെറ്റർ എഴുതാം. ഏതാണ്? P. So one of this is correct. രണ്ടാമത്തെ മൂന്നാമത്തെ എടുത്തു നോക്കുക. CB is 5 സെന്റിമീറ്റർ അല്ലെ? CB 5 സെന്റിമീറ്റർ ആണ്. ഇതിൽ ഏതാണ് 5 സെന്റിമീറ്റർ? QP 5 ആണോ? QP yes 5 സെന്റിമീറ്റർ. സോ ഫസ്റ്റത്തതാണ് കറക്റ്റ്, ഇത് ശരിയല്ല. RQP. So this is also a correct statement. Or in other words, നമ്മൾ എന്റെ മുകളിൽ R എന്നുള്ള ആംഗിളും C എന്ന ആംഗിളിൽ Q എന്ന ആംഗിളും B എന്ന ആംഗിളിൽ P എന്ന ആംഗിളും നിങ്ങൾക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ട്രയാങ്കിൾസ് കറക്റ്റ് ആയിട്ട് ചേർന്നു. ഓക്കെ, ഇനിയുണ്ട്. അപ്പൊ ഞാൻ ACB എന്ന് കൊടുത്തു. ഇനി if someone is giving BCA, നമ്മൾ ട്രയാങ്കിളിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ലെറ്റ്സ് സേ ട്രയാങ്കിൾ BCA. ഇങ്ങനെയാണെങ്കിലോ BCA എന്ന് കൊടുക്കാലോ. അപ്പൊ ഇതിന് ഇപ്പുറത്തെ എങ്ങനെ നമ്മൾ എഴുതും? BCA. അപ്പൊ BCA എന്ന് എഴുതുമ്പോൾ BCക്ക് ഈക്വൽ സൈഡ് BC എത്രയാ? 5 സെന്റിമീറ്റർ അല്ലെ? 5 സെന്റിമീറ്റർ ഉള്ള ആളുടെ പേരെന്താണ്? PQ ആണ് അല്ലെ? ഇറ്റ് ഈസ് PQ ഓർ ഇറ്റ് ഈസ് QP. രണ്ടും 5 സെന്റിമീറ്റർ അല്ലേ? ഏതാ? PQ QP 5 സെന്റിമീറ്റർ ആണ്. ബാക്കിയുള്ള ലെറ്റർ ഏതാണ്? R. അപ്പൊ ഇതിൽ ഏതാ മാച്ചിങ്? BC എത്രയാണെന്ന് പറഞ്ഞ? BC 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, CA എത്രയാണ്? സെക്കൻഡ് ആൻഡ് തേർഡ് CA ഉള്ളത് 4 സെന്റിമീറ്റർ ആണ് അല്ലെ? 4 സെന്റിമീറ്റർ ഇതിൽ ആരാ ഉള്ളത്? സെക്കൻഡ് ആൻഡ് തേർഡില് 4 സെന്റിമീറ്റർ ഉണ്ടോ നോക്കൂ. QR എത്രയാണോ? അളന്ന് നോക്കൂ നിങ്ങൾ. QR 4 സെന്റിമീറ്റർ അല്ലെ? QR 4 സെന്റിമീറ്റർ ആണ്. CA 4 സെന്റിമീറ്റർ ആണ്. QR 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതല്ല, ഇതാണ് കറക്റ്റ്. നമുക്ക് ഇതും കറക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പം what we learned just now is if 3 sides of a triangle is equal to 3 sides of a second triangle, these two triangles are equal. And there are different ways to mention this equality. അതിനുള്ളൊരു ചെറിയ ടെക്നിക്ക് കൂടെയാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. Hope you all understood this. I'm going to wipe this out. And I'm giving some time for you guys to review this, what we just discussed. Okay. So എല്ലാവരും നോട്ട്ബുക്കിൽ ഇത് വരച്ചിട്ട് ചെയ്ത് നോക്കി കട്ട് ചെയ്ത് കണ്ടുപിടിച്ച് ക്ലിയർ ആക്കുക. ഓക്കെ അല്ലേ? ഞാനിത് മായ്ക്കാണ്. ഓക്കെ, ദിസ് ഓൾസോ ഐ എം ഗോയിങ് ടു ക്ലിയർ ഓഫ്. ഒരു മിനിറ്റ്.
Okay, let's move to the next slide. അതിനു മുമ്പ് next slide. ഇതൊക്കെ നമുക്ക് കളയണം. Okay. So we are moving to the next slide. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും നിങ്ങളൊന്ന് വരച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അപ്പൊ നേരത്തെ നമ്മൾ 3, 4, 5 വരച്ച പോലെ ഈ രണ്ട് ട്രയാങ്കിൾസ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ? ആണെങ്കിൽ എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിളും നമുക്കൊന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് നോക്കാം. സോ ലെറ്റ് മീ ടേക്ക് എ പെൻ. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പറയുന്നത് ബി സി 6 സെന്റിമീറ്റർ ആണ് അല്ലെ? ബി സി 6 സെന്റിമീറ്റർ ആണ്. ഇവിടെ 6 സെന്റിമീറ്റർ ഉണ്ടല്ലോ. പി ആർ ഇസ് 6 സെന്റിമീറ്റർ. അതേപോലെ എ ബി 5 സെന്റിമീറ്റർ ആണ്. ക്യു ആറും 5 സെന്റിമീറ്റർ ആണ്. എ സി 7.7 സെന്റിമീറ്റർ ആണ്. പി ക്യു 7.7 സെന്റിമീറ്റർ ആണ്. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ വേണേ നിങ്ങൾക്ക് വരച്ചു നോക്കാം. ഇതിലുള്ള മെഷർമെന്റ് അത് കറക്റ്റ് ആയിരിക്കില്ല, ഇതൊരു സിംബോളിക് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് എ ബി സി എന്നുള്ള ട്രയാങ്കിളിന് ഞാൻ ഈക്വൽ ആയിട്ട് എങ്ങനെ എഴുതും? ഞാൻ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പേര് കൊടുക്കുന്നത് എ ബി സി എന്നാണെങ്കിൽ ഹൗ വിൽ യു ഇക്വേറ്റ് ഇറ്റ്? എങ്ങനെ എഴുതും? അപ്പം നേരത്തെ അതേ ടെക്നിക്, എ ബിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള സൈഡ് കണ്ടുപിടിക്കണം. എ ബി 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്ററിൽ ആരാ ഉള്ളത്? ക്യു ആർ ആണ് അല്ലെ? അപ്പം ഒന്നുകിൽ ഇത് ക്യു ആർ ആയിരിക്കും, അല്ലെങ്കിൽ ആർ ക്യു. ബാക്കിയുള്ള ലെറ്റർ പി ആണ്. ബി സിക്കോ? ബി സി എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് അല്ലെ? 6 സെന്റിമീറ്റർ ഇപ്പുറത്തുള്ള ആർക്കാണ്? ആർ പി ആണോ ക്യു പി ആണോ? ആർ പിക്കാണ് 6 സെന്റിമീറ്റർ ഉള്ളത്. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലെ? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഇങ്ങനെ എഴുതിയ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ ക്യു ആർ പി. ഇനി വേറൊരാൾ എഴുതുകയാണ് ഈ ട്രയാങ്കിളിന്റെ പേര്. നമുക്ക് ഒന്നും കൂടെ ചുരുക്കി എഴുതാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിളിന്റെ പേര് നമുക്കൊന്നും കൂടെ ഒന്ന് വേറൊരു മെത്തേഡിൽ എഴുതുകയാണെന്ന് വിചാരിക്കാം. ഞാൻ പെൻ എടുക്കട്ടെ. ഓക്കെ, എ ബി സി എന്ന് കൊടുത്തു. അതേമാതിരി എ സി ബി എന്നാ കൊടുക്കുന്നത് വിചാരിക്കാം. ട്രയാങ്കിൾ എ സി ബി. സോ ഹൗ വിൽ യു ഇക്വേറ്റ് ഇറ്റ്? സോ വാട്ട് ഈസ് ദ സൈഡ് ഈക്വൽ ടു എ സി? എ സി 7.7 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? They have given it. So AC is 7.7 centimeter. So 7.7 centimeter is PQ, right? So we'll say PQ R. So PQ or QP R. So PQ is equal to QP, right? സെയിം സൈഡ് അല്ലേ? ഏതാ പി ക്യൂ എന്ന് പറഞ്ഞാലും ക്യൂ പി പറഞ്ഞാലും സെയിം. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ എഴുതാൻ പറ്റുന്നത്. ആൻഡ് ആർ വിച്ച് വൺ ഈസ് ഈക്വൽ? സി ബി. സി ബി എത്രയാ? 6 സെന്റിമീറ്റർ ആണ്. ക്യു ആർ 6 ആണോ? ക്യു ആർ 5 ആണ്. അപ്പൊ ഇത് തെറ്റാണ്. പി ആറോ? പി ആർ 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതാണ് രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്. സോ ഐ ക്യാൻ സേ ഇൻ ദിസ് ഫിഗർ triangle ABC is equal to triangle QRP or triangle ACB. The same triangle ACB is equal to triangle QPR. So I hope you understood. So what we have learned till now is if three sides of a triangle is equal to three sides of another triangle, these two triangles are equal, and how to equate it.
That's what you just learned. Okay. So let's go to the next slide. So this is the theorem. So let's closely read it and make sure we remember this always. Actually, you don't have to by heart it. You have to draw multiple times and you have to observe it and you have to find to this conclusion. നിങ്ങൾ തന്നെ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് വരച്ച് അളന്ന് കട്ട് ചെയ്ത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള തിയറാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ് നമ്മൾ ഒന്നും കൂടെ ഇവിടെ പറയുന്നത്. If the three sides of a triangle are equal to the sides of another triangle, then they are equal triangles. അപ്പൊ ത്രീ സൈഡ്സിനെ പറ്റിയാ പറയുന്നത് അല്ലെ. അപ്പൊ സോ സൈഡ് സൈഡ് സൈഡ്. സോ ഇതിന് നമ്മൾ വിളിക്കുന്ന ഒരു തിയറത്തിന്റെ ഒരു പേരും കൂടെ ഉണ്ട്. മുമ്പൊക്കെ അങ്ങനെ തന്നെ പറയായിരുന്നു, പക്ഷെ ഈ ബുക്കിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല. ഇതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഇത് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോർട്ട് ഫോം ഓർമ്മിച്ച് വെക്കുന്നത് നന്നാവും. Side, side, side. So this is what I am telling. If three sides of triangle 1 is equal to side, side, side of triangle 2. If these two are equal, triangles are called equal triangles. അപ്പൊ ഈ റൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SSS, സൈഡ് 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 റൂൾ. അങ്ങനെ നമ്മൾ പഠിക്കണമെന്നല്ല, പക്ഷെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയാം SSS തിയറം. So I hope everyone understood and you can demonstrate and you can see. So with that, let's try to solve some questions in the textbook. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തു നോക്കാം. Okay. So ഇത് പേജ് നമ്പർ 11. If you have the textbook, in page number 11, these questions are there. So we can try to solve this. So they are telling there are two triangles. In each pair of triangles below, find all pairs of matching angles and write them down. So this is what the question is. So you have to first match these triangles. First, you have to observe if these two triangles are equal triangles. ആദ്യം നോക്കുക ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ. ഈക്വൽ ട്രയാങ്കിൾസ് ആവുന്ന വിധത്തിൽ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ മാച്ചിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് just before that, we'll come to that question. Before that, I want to demonstrate this because I did not mention this. അത് ഞാൻ പറഞ്ഞിട്ടില്ല. So let's just find out. So നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു? What did we learn till now? If three sides of a triangle is equal to corresponding sides of another triangle, these two triangles are equal. That's what we just learned. And three sides, so side, side, side. So let's say two triangles you got. നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഈക്വൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ആംഗിൾസ്? അതിന്റെ ആംഗിൾസ് ഈക്വൽ ആവും? അതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ ചിത്രത്തില് ഇവിടെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഈ ഈക്വൽ ട്രയാങ്കിൾസിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ നിങ്ങൾ അടുത്ത ഒരു അസൈൻമെന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ യു ഡ്രോ ദിസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിളിൽ ഇവിടെ 6 സെന്റിമീറ്ററിൽ വരയ്ക്കുക, ഇവിടെ 5 സെന്റിമീറ്ററിൽ വരയ്ക്കുക, ഇവിടെ 7.7 സെന്റിമീറ്ററിൽ വരയ്ക്കുക. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് ഇങ്ങനെ നിങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് വരയ്ക്കുക. എങ്ങനെയാ വരയ്ക്കുക? I just demonstrated the beginning of this lecture, right? So BC ആദ്യം നമ്മൾ 6 സെന്റിമീറ്ററിൽ വരയ്ക്കും, പിന്നെ നമ്മൾ ഇവിടെ ആർക്ക് വരച്ചിട്ടാണ് ഈ ട്രയാങ്കിൾസ് വരയ്ക്കുന്നത്.
അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ആംഗിൾസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എത്ര വരും എന്നുള്ള ആംഗിൾസ് ഒന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. അപ്പൊ ആംഗിൾസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടു മെഷർ ദ ആംഗിൾസ് യു നീഡ് പ്രൊട്രാക്ടർ. എല്ലാവർക്കും അറിയാലോ പ്രൊട്രാക്ടർ എന്താന്ന്? നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉള്ളതാണ് പ്രൊട്രാക്ടർ. സോ ടു മെഷർ ദ ആംഗിൾ യു നീഡ് ദ പ്രൊട്രാക്ടർ. അപ്പോൾ ഹൗ വിൽ യു മെഷർ ദിസ് ഫസ്റ്റ് ആംഗിൾ? നമ്മളത് പ്രൊട്രാക്ടർ ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാം. പ്രൊട്രാക്ടറിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ? ആ സെന്ററിലെ പോയിന്റ് നമ്മൾ ഒരു ആംഗിളിന്റെ ഏറ്റവും വെർട്ടെക്സിൽ കൊണ്ടുവെക്കണം, ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അതിന്റെ ബേസ് ലൈൻ ഉണ്ട് അല്ലെ? ഈ സെന്ററിലുള്ള ഈ ബേസ് ലൈൻ, ആ ബേസ് ലൈൻ നമ്മൾ നമ്മുടെ ആംഗിളിൽ ഒരു ആമില് ചേർത്ത് വെക്കണം. യു ഹാവ് ടു ജസ്റ്റ് ഫിക്സ് ഇറ്റ് ലൈക്ക് ദിസ്. കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ മുകളിൽ ചേർത്ത് വെക്കാം. ജസ്റ്റ് ഫിക്സ് ഇറ്റ്. ഓക്കെ, കുറച്ചും കൂടെ little bit I'm struggling, but you should be able to do it. Yes. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം യു ജസ്റ്റ് kept it on this baseline. അവിടെ സീറോ എവിടെയുള്ളത് നോക്കാം. നമ്മുടെ പ്രൊട്രാക്ടറിൽ എപ്പോഴും രണ്ട് മെഷർമെന്റ് ഉണ്ട്, റൈറ്റ്? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് സീറോ ഏത് സൈഡിൽ, നിങ്ങൾ ഈ സൈഡിലാണ് ചേർത്ത് വെച്ചത്. അപ്പൊ സീറോ അവിടെ താഴെയാണുള്ളത്. ഇവിടുന്നാണ് നിങ്ങളുടെ ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യുവർ ആംഗിൾ ഈസ് ജസ്റ്റ് ബിഗിനിങ് ഫ്രം ഹിയർ. സോ ടേക്ക് this side, 0 is on the down. So take 0 from down. 0, 10, 20, 30, 40, 50, 60, 70, 80, 90. So this angle is 90 degree. Adupole, in this triangle also, second triangle also, one angle, if you measure, that will be 90 degree. Any E 40, sorry, രണ്ടാമത്തെ angle C ഒന്ന് അളന്ന് നോക്കാം. So ആംഗിൾ സി നമ്മൾ അളന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ കറക്റ്റ് അത് ചേർത്ത് വെച്ചാല് നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ ഈ വരയിലാണ് നമ്മൾ ചേർത്ത് വെച്ചത്. അവിടെ സീറോ താഴെയുള്ളത് ബോളാണുള്ളത്. സോ യു ഹാവ് ടു കൗണ്ട് ഫ്രം ദ ടോപ്പ്. 10, 20, 30, 40 ഡിഗ്രി ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ദ തേർഡ് ആംഗിൾ എ നമുക്ക് മെഷർ ചെയ്യണം. ഇതേമാതിരി ആ പോയിന്റിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ട് പ്രൊട്രാക്ടർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. കറക്റ്റ് ചേർത്ത് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ, സോ ദിസ് ഈസ് ദ ബേസ് ലൈൻ വേർ യു ആർ മാച്ചിങ് ഇറ്റ്, റൈറ്റ്? അവിടെ സീറോ ഉള്ളത് താഴെയാണ്. ഇപ്പൊ താഴത്തെ അളവ് നോക്കാം. 0, 10, 20, 30, 40, 50. അപ്പൊ അത് 50 ഡിഗ്രിയാണ്. ഇതേപോലെ നിങ്ങൾ സെക്കൻഡ് ട്രയാങ്കിളിലും ഉള്ള ആംഗിൾസ് മെഷർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആംഗിൾസ് കറക്റ്റ് മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ചേർത്ത് വെച്ചാല് this is pakka 50 degree, right? Perfectly it is 50. You can see that. So ഇതും പോയിട്ട് മെഷർ ചെയ്യാം. This is 40 degree. നമ്മൾ പ്രൊട്രാക്ടർ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. So you will definitely get 40 degree. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, മുമ്പത്തെ ക്ലാസ് പഠിച്ചതാണ്, how to use protractor and all, right? That's why I'm not taking too much time. But in case if you don't know, you should know it now. So ഇവിടെ 0 താഴെയാണ്, ഇത് 40 degree. So what you just discovered is these two triangles. Okay, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞാൻ പ്രൊട്രാക്ടർ എടുത്ത് തിരിച്ചു വെക്കട്ടെ. Okay, so we could just measure the angles, right? So ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. Since sides are equal, we already know this triangles are equal triangles, അല്ലേ? അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. How will you write it? These two triangles. ആദ്യത്തെ ട്രയാങ്കിളിന്റെ പേര് പറഞ്ഞ് നേരത്തെ ചെയ്ത മാതിരി ആദ്യത്തെ ട്രയാങ്കിളിന്റെ പേര് എന്താ? എല്ലാവരും പറയേ, എന്താണ്? Tell me the name. First triangle. ABC. Correct. Triangle ABC. So how will I equate it? AB is 5 centimeter. Which is 5 centimeter here? QR, right? It was QR. So QR or RQ and P. So which one is correct? How about BC?
BC is 6 centimeter, right? BC is 6 centimeter. So which one is 6 centimeter? RP or QP? Second and third. Second and third. RP is 6 centimeter, right? So these two triangles are equal. അത് നമുക്ക് already കിട്ടി, and the reason is SSS theorem, right? Side, side, side. If three sides are equal, the triangles are equal triangles. That we already know. Now let's see the corresponding angles here. Okay? നമുക്ക് corresponding angles ഒക്കെ എഴുതി നോക്കാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ, which is the first angle here? Angle A, right? Angle A. Take the first angle here. Angle Q. Is it equal? Let's see. Angle A is 50 degree. Sorry, here, yeah. Angle A is 50 degree. Angle Q also is 50 degree, right? So this is matching. This is matching. Now angle B and angle R. Angle B is equal to angle R according to equality. So let's see if these two are equal. Angle B is 90 degree. Angle R also is 90 degree. So they are also equal. How about angle C? Angle C is the third angle. Here the third angle is angle P. How about these two? Angle C is, what is angle C? 40 degree. And angle P is 40 degree. 40 degree. So, എല്ലാവരും ഇത് ചെയ്തു നോക്കുക. രണ്ട് ട്രയാങ്കിൾസ്, ഈക്വൽ ട്രയാങ്കിൾസ് വരച്ചിട്ട് അതിന്റെ മൂന്ന് ആംഗിൾസും മെഷർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. So you should get whatever is the measure, you should get corresponding angles are also equal. So നമ്മൾ പഠിക്കുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, if two triangles are equal, their corresponding angles are also equal. What is corresponding angles? That is, if it is first angle on the first triangle, there also on the other side also it should be first. Second, second, third, third. That's what is called corresponding angles. So that is a very important point which we are going to conclude. If sides of a triangle are equal to the sides of another triangle, like in this figure, then the angles are also equal. It's not simple angles, the corresponding angles. So angles are also equal. Not every angles, the corresponding angles. Okay, so in that equality, whatever is coming as the corresponding angles, they are also equal. So sides of a triangle are equal to sides of another triangle. Yes, that is the reality here. അങ്ങനെയാണെങ്കിൽ the angles equal ആയിരിക്കും. Corresponding angles equal ആയിരിക്കും. So if I am writing in another triangle, if I'm writing if triangle PQR is equal to triangle MNO in a different scenario, not on this. Okay, if someone is writing like this, this means angle P is equal to, which is the corresponding angle? Angle M. Angle Q is equal to, which is the corresponding angle? Angle N. Angle R is equal to, which is the corresponding angle? The third one, angle O. Also, how about sides? PQ is equal to MN. QR is equal to, QR is second and third, right? QR is equal to NO. PR is equal to, PR is first and third, right? MO. So if a equality is given, automatically you will be able to conclude all this. ഇതിനൊക്കെ റീസണും നിങ്ങൾക്കറിയാം അല്ലേ? In a equal triangle, corresponding angles are equal. These all are corresponding angles. They are equal.
and these are corresponding sides. Adum equal. Okay. So both ways. If someone is telling you three sides are equal on either triangle, you will say yes, these two triangles are equal triangles. If someone is telling you, hey, I have got two triangles, they are equal, then immediately you can say very good. It has three sides equal. It has three angles are also equal. That you can predict. I hope you got these points. Now let's go back to our previous question and try to solve that. Okay, only with this point we will be able to do that questions, right? So let's go back to previous slide where the question was there. Yeah, so this was the question. So now look at this question. So they are telling, so this is the question. A, B, C, and P, Q, R are there. They are telling each pair of triangles below, find all pairs of matching angles and write them down. So ABC is there, PQR is there. So let's say if I'm taking the first triangle name as triangle ABC, how will I equate it? So first find out the equation. How will I equate it? Take the first side, AB. What is the matching side? You tell me. Please look at the figure closely. AB എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6 centimeter. 6 centimeter ഇപ്പുറത്തുള്ള സൈഡ് ആരാടോ? നോക്ക്, 6 centimeter ഉള്ളതിന്റെ പേരെന്താണ്? എന്താണ്? പി ആർ. പി ആർ അല്ലെങ്കിലോ ആർ പി. കറക്റ്റ് അല്ലേ? ഇത് നോക്ക്, എ ബി എന്നുള്ള ഫസ്റ്റ് സെക്കൻഡ് എടുത്തു. അപ്പൊ എ ബി എന്നുള്ള സൈഡ് 6 ആയതുകൊണ്ട് 6 സെന്റിമീറ്റർ ഉള്ള ആളുടെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഇത്രയേ ഉള്ളൂ. ക്യൂ. ഇതിൽ ഏതോ ഒന്ന് ശരിയാണ്. സെക്കൻഡും തേർഡും എടുത്ത് നോക്കൂ. ബി സി. ബി സി എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഇതിൽ ആരാ വരുന്നത്? ആർ ക്യൂ എത്രയാണ്? ആർ ക്യൂ 4 ആണ്. അപ്പൊ ഇത് വരില്ല. പി ക്യൂഓ? പി ക്യൂ 5 സെന്റിമീറ്റർ. യെസ്. അപ്പം ഈ ട്രയാങ്കിളിൽ തന്നതനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആവാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിനുള്ള റീസൺ എന്താണ്? സൈഡ് 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 തിയറം. സൈഡ് 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 തിയറം വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിളിന്റെ പേരെന്താ? എ ബി സി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ആർ പി ക്യൂ. ഇത് കേട്ട ഉടനെ യു ക്യാൻ നൗ ഈസിലി ടെൽ മീ വാട്ട് ആർ ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആൻഡ് ആംഗിൾസ്. അതൊക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്? ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. സോ ഇൻ ദ ഫസ്റ്റ് വൺ the matching angles are angle A is equal to angle R. Angle B is equal to angle P. And the third angle, angle C is equal to angle Q. നമ്മൾ ഓർമ്മിക്കേണ്ട ആംഗിളിന്റെ പേര് കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് വലിയ ആംഗിൾ ആയിട്ട് പേര് കൊടുക്കട്ടോ, എ സി ബി, ബി സി എ അങ്ങനെയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ സ്മോൾ ലെറ്ററിലും പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സ്മോൾ ലെറ്റർ യൂസ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു വാട്ട് ഈസ് ദാറ്റ് ഇക്വേഷൻ വിച്ച് വിൽ മാച്ച് ഓർ വിച്ച് വിൽ സർട്ടിഫൈ ഓൾ ദീസ് തിങ്സ്. ഇവിടെ തന്നിരിക്കുന്ന ഫാക്ട് ഒക്കെ ട്രൂ ആവുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇത് നോക്ക്, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കും. എ സി 4 എ സി എന്ന് പറഞ്ഞ ഫസ്റ്റ് തേർഡ് ആർ ക്യൂ. ആർ ക്യൂ ഷുവർ ആയിട്ടും 4 ആയിരിക്കണം. യെസ് അല്ലെ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇതിലും മാച്ചിങ് ആണ്. അങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നൗ യു ക്യാൻ ഈസിലി റൈറ്റ് മാച്ചിങ് ആംഗിൾസ്. സോ ഇതിൽ തന്നെ മാച്ചിങ് സൈഡ്സും കൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഏതൊക്കെയാ മാച്ചിങ് സൈഡ്സ്? എ ബി ഫസ്റ്റ് സെക്കൻഡ്, ഇപ്പുറത്ത് ഫസ്റ്റ് സെക്കൻഡ് ആരാണ്? ആർ പി. സെക്കൻഡ് തേർഡ് ബി സി. ബി സി ഇപ്പുറത്ത് ആരാണ്? ബി സി സെക്കൻഡ് ആൻഡ് തേർഡ് പി ക്യൂ. ഫസ്റ്റ് തേർഡ് എ സി. എ സി ഈസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റും തേർഡ് ആരാണ്? ആർ ക്യൂ. ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഇത് കേട്ടു നോക്കാം.
ഓക്കെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസിലി യു ക്യാൻ സോൾവ് ഇറ്റ്. സോ ലെറ്റ്സ് സീ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും നോക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ ചെയ്തു നോക്ക്, ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ വീഡിയോ റെഫർ ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റത്തെ ട്രയാങ്കിളിന്റെ പേര് LMN എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് XYZ രണ്ട് ട്രയാങ്കിൾ ആണ്. 10 സെന്റിമീറ്റേഴ്സ് ഉണ്ട്, 8 സെന്റിമീറ്റേഴ്സ് ഉണ്ട്, 4 സെന്റിമീറ്റർ. യെസ്, മൂന്ന് സൈഡും ഈക്വൽ ആണ്. സോ ദീസ് ട്രയാങ്കിൾസ് ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? SSS പോലെ സൈഡ് വെച്ച് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആവും. സോ ലെറ്റ് us ട്രൈ ടു റൈറ്റ്. സോ ഫസ്റ്റത്തെ ട്രയാങ്കിളിന് പേര് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ എഴുതാനാണ് ഇഷ്ടപ്പെടുന്നത്? യു ക്യാൻ റൈറ്റ് LNM അല്ലെങ്കിൽ LMN, എങ്ങനെ വേണേ എഴുതാം. നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ ഫസ്റ്റത്തെ എഴുതാം, LMN. സോ ഞാൻ ആദ്യത്തെ ട്രയാങ്കിളിന്റെ പേര് കൊടുക്കുന്ന ട്രയാങ്കിൾ LMN. സോ വിച്ച് ഈസ് ദ മാച്ചിങ് ട്രയാങ്കിൾ? സോ LM ചിത്രത്തിൽ എത്രയുള്ള 8 സെന്റിമീറ്റർ ആണ് LM. സോ ടേക്ക് 8 സെന്റിമീറ്റർ സൈഡ്. ഏതാണ്? ZY അല്ലെങ്കിൽ YZ അല്ലെ? Z ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുമ്പോൾ തെറ്റിപ്പോരുത്, ശ്രദ്ധിച്ച് എഴുതണം. ZY അല്ലെങ്കിൽ YZ. ബാക്കിയുള്ള ലെറ്റർ ഏതാ? X. ഇതിൽ ഏതോ ഒന്ന് ശരിയാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് MN. ഇവിടെ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് അല്ലെ? 10 സെന്റിമീറ്റർ ഉള്ളത് YX ആണോ ZX ആണോ? നോക്കൂ നിങ്ങള്. ZX ആണ് 10 സെന്റിമീറ്റർ വരുന്നത്. അപ്പൊ ഇത് ശരിയാണ്, ഇത് ശരിയല്ല. സോ നമ്മൾ പറയും ട്രയാങ്കിൾ LMN ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ YZX. സോ നമുക്ക് ഓരോ ആംഗിൾസും ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാം. സോ ഞാൻ പറയും ആംഗിൾ L ഈസ് ഈക്വൽ ടു ആംഗിൾ Y. ആംഗിൾ M ഈസ് ഈക്വൽ ടു ആംഗിൾ Z ഇവിടെ അല്ലേ? ആംഗിൾ N, the last one, is equal to angle X. സൈഡ്സും ഇക്വേറ്റ് ചെയ്ത് വേണേ നിങ്ങൾക്ക് എഴുതാം. LM is equal to YZ, MN is equal to ZX, LN is equal to YX. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിക്കാം. ഒന്ന് ഒറ്റയ്ക്ക് ചെയ്തു നോക്കിയേ. ആൻഡ് ദ തേർഡ് വൺ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അടുത്ത കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ളതാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മൂന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ എല്ലാവരും. എങ്ങനെ ചെയ്യാം? എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഫാക്ട്, അതൊക്കെ നമുക്കൊന്ന് ആദ്യം എഴുതി നോക്കാം. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 2 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ അതില് 3 സൈഡ്സും ഈക്വൽ ആണെന്ന് അവർ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ തന്ന സൈഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ നോക്കാം. AB ഈസ് ഈക്വൽ ടു QR എന്നാണ് പറഞ്ഞത്. AB എവിടെ? AB ഈസ് ഈക്വൽ ടു QR. അപ്പൊ അത് മാറിപ്പോവാതിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം, ചെറിയ ലൈൻസ് ഇടാം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. AB ഈസ് ഈക്വൽ ടു QR. അപ്പൊ ABന്റെ മുകളിൽ ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. അതേ ലൈൻ ഞാൻ QR-ന്റെ മുകളിലും വരയ്ക്കുന്നു. QR. ഓക്കെ, ദീസ് 2 സൈഡ്സ് ആർ ഈക്വൽ. ഇനി പറഞ്ഞിരിക്കുന്ന BC ഈസ് ഈക്വൽ ടു RP. BC ഏത് സൈഡാന്ന് നോക്കുക, ഇതാണ്. അതിൽ ഞാൻ 2 വരെയാണ് വരയ്ക്കുന്നത്. അതിന് ഈക്വൽ ഏതാണ്? RP. RP എവിടെ? ഇതാ RP. അതിനും എത്ര വരെ വരയ്ക്കുക? 2 വരെ വരയ്ക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ CA. CAക്ക് ഞാൻ 3 വരെയാണ് കൊടുക്കുന്നത്. 3 വരെ കൊടുക്കുന്നു. PQ ഇതാ ഞാൻ 3 വരെ. അപ്പൊ ഇതിന്റെ ഒന്നും മെഷർമെന്റ് അറിയില്ല, പക്ഷെ ഇത് ഈക്വൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിളിന് നേരത്തെ മാതിരി പേര് കൊടുക്കുന്നു. ട്രയാങ്കിൾ ABC ഇസ് ഈക്വൽ ടു ഏതാ വരിക നോക്കാം. AB യിൽ ഒരു വരെയാണുള്ളത് അല്ലെ?
എ ബി എന്നുള്ള സൈഡിന് ഈക്വൽ ഏതാണെന്നാണ് ഇവർ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയിട്ട് പറയൂ. ക്യു ആർ അല്ലെ? ക്യു ആർ ആണ്, അല്ലെങ്കിൽ ആർ ക്യു, രണ്ടും ഒരേ ആൾ തന്നെയാണ്. ബാക്കിയുള്ള ഏതാണ്? പി. അപ്പൊ ഇതില് രണ്ടാമത്തെ സൈഡ് ബി സി, ബി സിക്ക് ഈക്വൽ ഏതായിരിക്കണം? ഒന്നുകിൽ ആർ പി ആയിരിക്കണം, അല്ലെങ്കിൽ ക്യു പി ആയിരിക്കണം. ഏതാ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടല്ലോ, ബി സിക്ക് ആർ പി ആണ് ഈക്വൽ, ആർ പി. അപ്പൊ ഇതാണ് രണ്ട് ട്രയാങ്കിളും തമ്മിൽ ഈക്വൽ ആവുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ക്യു ആർ പി എന്ന് നമ്മൾ ആദ്യം എഴുതി വെക്കും. ഇനി ആദ്യത്തെ ട്രയാങ്കിളിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലെ? ഈ ട്രയാങ്കിൾസിന്റെ എല്ലാ ആംഗിൾസും. സോ ലെറ്റ് us ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് നമുക്ക് അറിയോ? അറിയില്ലല്ലോ. രണ്ടെണ്ണം അറിയാം, ബട്ട് ദ തേർഡ് വൺ വി ഡോണ്ട്. സോ ലെറ്റ്സ് ഫൈൻഡ് ആംഗിൾ സി ഫസ്റ്റ്. ആംഗിൾ സി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ, കാരണം സം ഓഫ് ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇഫ് യു നോ 2 ആംഗിൾസ്, തേർഡ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ആംഗിൾ സി എത്രയാണ്? 180 എന്ന് കുറയ്ക്കുക, ഏത് കൂട്ടിയിട്ട്? 40യും 60യും ആഡ് ചെയ്തിട്ട്. ഇതിന്റെ റീസൺ എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180. അപ്പൊ നമ്മൾ ആംഗിൾ സി ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. ആംഗിൾ സി എത്രയാണ്? 180 minus 100 which is equal to 80 degree. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി. പക്ഷെ ഇതിലൊരു ഒറ്റ ആംഗിളും നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയാം ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ? ഈക്വൽ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ അല്ലെ? നമുക്കിപ്പോ അറിയുന്നത് ആദ്യത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾ എ എത്രയാണെന്ന് അറിയാം, ആംഗിൾ ബി എത്രയാണെന്ന് അറിയാം, ആംഗിൾ സി എത്രയാണെന്ന് അറിയാം. ആംഗിൾ സി അറിയാം, ആംഗിൾ ബി അറിയാം, ആംഗിൾ എ അറിയാം അല്ലെ? ആംഗിൾ എ എത്രയാണ്? 40 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ആംഗിൾ ബി എത്രയാണ്? അതൊക്കെ ചോദ്യത്തിൽ തന്നാണ്, 60 ഡിഗ്രി. ആംഗിൾ സി നമ്മളിപ്പോ കണ്ടുപിടിച്ചു, എത്രയാണ്? 80 ഡിഗ്രി. ഇത് മൂന്നും കൂടെ കൂട്ടിയ 180 അല്ലേ? കറക്റ്റ്, വാലിഡേറ്റ്. ശരി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ അല്ലെ? ഇതാ നോക്കൂ, ഫസ്റ്റത്തെ ആംഗിളും ആംഗിൾ ക്യൂ. അപ്പൊ ആംഗിൾ എ എത്രയാ? 40 അല്ലേ? അപ്പൊ ആംഗിൾ ക്യൂവും എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി. അതേപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു, ആംഗിൾ ബി എത്രയായിരുന്നു? 60 ആണ്. ആംഗിൾ ആറും ഇതൊക്കെ എത്രയായിരിക്കും? 60 ഡിഗ്രി. Now the last one, angle C is equal to, angle C മൂന്നാമത്താണ്, angle P is equal to എത്രയാണ്? 80 ഡിഗ്രി. അപ്പൊ ഇതിൽ രണ്ട് റൂള് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. The first rule, how will you find out the third angle? To find the third angle, you applied a rule. നമുക്ക് അറിയുന്ന റൂളാണ്, sum of angles of a triangle is 180 degree. അപ്പൊ നമുക്ക് അറിയാത്ത 180ന്ന് അറിയുന്ന രണ്ടെണ്ണത്തിന്റെ സമ്മ് നമ്മൾ മൈനസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് 40 ഡിഗ്രി. അപ്പൊ യു നോ ആംഗിൾസ് ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ. പക്ഷെ ഈ ആംഗിളും സെക്കൻഡ് ആംഗിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾസ് നിങ്ങൾക്കറിയാമെങ്കിൽ യു ഡെഫിനറ്റ്ലി നോ ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പൊ ഓരോന്നിന്റെയും കറസ്പോണ്ടിങ് ആംഗിൾസും നമ്മൾ എഴുതി വെച്ചു. സോ നൗ യു നോ ദ ആംഗിൾസ് ഓഫ് ഓൾ ദീസ് ട്രയാങ്കിൾ. പി ക്യു ആറിലുള്ള എല്ലാ ആംഗിൾസിന്റെയും മെഷർമെന്റ് നൗ യു നോ ഇറ്റ് അല്ലെ? ആംഗിൾ എയും ആംഗിൾ ക്യൂവും 40 ആണ്. ആംഗിൾ എ 40, ആംഗിൾ ക്യൂ ഇത് 40 ഡിഗ്രി കിട്ടി. പിന്നെന്താ പറഞ്ഞ? ആംഗിൾ ബിയും ആംഗിൾ ആറും, ആംഗിൾ ബി 60 ആണ്, ആംഗിൾ ആർ ഇതും 60 ആണ് കിട്ടി. പിന്നെ ആംഗിൾ സിയും ആംഗിൾ പിയും അല്ലെ? ആണല്ലോ, ആംഗിൾ സിയും ആംഗിൾ പിയും അത് 80 ഡിഗ്രി ആണ്.
And one advantage of maths is you can validate in multiple ways. ഇതൊക്കെ കിട്ടിയതിന് ശേഷം if you add all the angles of triangle PQR, it should be 180. അല്ലേ? 180 ആണ്. അപ്പൊ നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ്. ഏത് വഴിക്ക് whatever ways you validate, the answer is not going to change. That is speciality of learning maths. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പേജ് നമ്പർ 11 ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻസ് ആണ്. ഐ വുഡ് റെക്കമെൻഡ് യു ട്രൈ ടു ഡു ഇറ്റ് അലോൺ. ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തം ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് ഈവൻ യു ക്യാൻ മേക്ക് ക്വസ്റ്റ്യൻസ് ബൈ യുവർ ഓൺ. നിങ്ങൾക്ക് സ്വന്തം ഇതേമാതിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓരോ പോയിന്റ് എഴുതുമ്പോഴും you try to understand why am I writing it? What is the supporting theorem? ഇത് എഴുതാൻ എന്താണ് റീസൺ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. വെറുതെ എഴുതി വെക്കല്ല. ഇറ്റ്സ് നോട്ട് ബൈ ഹാർട്ട്, റൈറ്റ്? ദിസ് ഈസ് കൈൻഡ് ഓഫ് an argument in a court. For each statement you have to show a supporting evidence. അല്ലെ? നമ്മളിപ്പോ ഒരു കോടതിയിൽ വാദിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനുള്ള തെളിവ് കൊടുക്കുന്നത് നിങ്ങൾ സിനിമയിലോ കണ്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴും യു ഹാവ് ടു പ്രൊവൈഡ് എ സപ്പോർട്ടിങ് ഫാക്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഈ ഒബ്സർവേഷനിൽ കൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. ഈ 3 ക്വസ്റ്റ്യൻസും നമ്മൾ ഈ പറഞ്ഞ സൈഡ് 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 എന്നുള്ള തിയറം വെച്ചിട്ട് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും വേറൊരു ട്രയാങ്കിളിന്റെ 3 സൈഡും ഈ 3 കേസിലും ഈക്വൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. സോ യു ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് റിലേഷൻ, ദാറ്റ് മാജിക് റിലേഷൻ ബിറ്റ്വീൻ ദീസ് 2 ട്രയാങ്കിൾസ്. ആ 2 ട്രയാങ്കിളും തമ്മിലുള്ള ആ ബന്ധം നമ്മൾ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ then you can easily equate the sides and angles. ഇത്രേ ചെയ്യേണ്ട ആവശ്യം. അപ്പൊ അതെങ്ങനെ ഇക്വേറ്റ് ചെയ്യാന്നുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് സൈഡ് എടുക്കുന്നു, എന്നിട്ട് അത് നമ്മൾ തിരിച്ചു എഴുതും. എന്നിട്ട് അത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണോ സൂപ്പർ ഇമ്പോസിബിൾ, ഏതാണോ എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും മാച്ച് ചെയ്യുന്നത്, ആ റിലേഷൻ ആണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനല്ല രണ്ടാമത്തെ എഴുതാം. ആദ്യത്തെ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം, പക്ഷെ രണ്ടാമത്തത് മാച്ച് ചെയ്ത് എഴുതുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനല്ല. അത് ഈ പറഞ്ഞ ടെക്നിക്ക് വഴി നിങ്ങൾ കണ്ടുപിടിക്കുക. ഇഫ് യു ഡു ദാറ്റ് യു ആർ സക്സീഡഡ് ഓൺ ദാറ്റ് പോയിന്റ്. ദെൻ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ്. പിന്നെ നമ്മൾ പറഞ്ഞു the evidence to match these 2 triangles, if 3 sides are given, that evidence is called side side side, SSS. ഇത്രയാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. And we try to solve some questions related to this. നമ്മുടെ പേജ് നമ്പർ 11 കണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മൾ വളരെ പതുക്കെയാണ് ഇത് പഠിക്കുന്നത്. എല്ലാവരും കറക്റ്റ് ഫോളോ ചെയ്ത് നിങ്ങളിത് റിപ്പീറ്റഡ് ആയിട്ട് 1-2 പ്രാവശ്യം കണ്ടാൽ മതിയാവും. അപ്പോഴത്തേക്കും നിങ്ങൾക്കിത് ഈസി ആയിട്ട് പഠിക്കാവുന്ന ടോപ്പിക്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. And the final question. So ഒരു ചോദ്യം കൂടെ ഉണ്ട്. The final question of this session. നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഇപ്പൊ പറഞ്ഞ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതിലും പറഞ്ഞിരിക്കുന്നത് AB ഈസ് ഈക്വൽ ടു QR അല്ലെ? AB എന്നുള്ള സൈഡിൽ മെഷർമെന്റ് തന്നില്ല. നമ്മൾ നേരത്തെ ലൈൻ വരച്ച മാതിരി നിങ്ങൾ ലൈൻ വരച്ചിട്ട് ഈക്വേറ്റ് ചെയ്യാം. AB ഒരു വര വരയ്ക്കുന്നു, QR ഒരു വര വരയ്ക്കുന്നു. BC ഈക്വൽ ടു PQ, BCയിൽ നമ്മൾ 2 വര വരയ്ക്കുന്നു. PQയിൽ 2 വര വരയ്ക്കുന്നു. ആൻഡ് ACയിൽ നമ്മൾ 3 വര വരയ്ക്കുന്നു. ACക്ക് ഈക്വൽ ആയിട്ട് RP ആണ്.
RP. അപ്പൊ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ we have to find out that magic relationship. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിളിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി പേര് കൊടുക്കുക. ഞാൻ ABC എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ABC ആണെങ്കിൽ ABയുടെ ഈക്വൽ സൈഡ് ഏതാണ്? QR അല്ലെ? QR or RQ and P, right? So ABക്ക് ഈക്വൽ സൈഡ് ഓക്കെ ആണ്. രണ്ടാമത്തെ സൈഡ് എടുക്കുക BC. BCക്ക് ഈക്വൽ സൈഡ് ഏതാ പറഞ്ഞിരിക്കുന്നത്? PQ. PQ എവിടെയാണ് കിട്ടുന്നത്? രണ്ടാമത്തേലാണ് കിട്ടുന്നത്. അപ്പൊ സോ ദിസ് ഈസ് ദാറ്റ് മാജിക് റിലേഷൻഷിപ്പ്. ഈ ട്രയാങ്കിൾ ABCയും RQPയും ആണ് ഈക്വൽ. അപ്പൊ നമുക്ക് പറയാം ആദ്യത്തെ ട്രയാങ്കിളിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C. ഇവിടെയുള്ള ആംഗിൾസ് ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഓക്കെ, തന്നതൊക്കെ എഴുതി വെക്കുക. So first angle A, it's already given എത്രയാണ്? 60 degree. Angle B നമുക്ക് അറിയില്ല അല്ലെ? നമുക്കറിയില്ല. ആംഗിൾ സിയോ? ആംഗിൾ സിയും നമുക്ക് അറിയില്ല. ഓക്കെ, രണ്ടാമത്തെ ട്രയാങ്കിളില് ആംഗിൾ എയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാ? ആംഗിൾ എയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ ABC അല്ലേ എഴുതിയ? കറക്റ്റ്, ട്രയാങ്കിൾ ABC. അപ്പൊ ആംഗിൾ എയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ആംഗിൾ R ആണ് അല്ലെ? ആംഗിൾ R. ആംഗിൾ R ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആംഗിൾ R നമുക്ക് ഇവിടെ അറിയില്ല. വി ഡോണ്ട് നോ ഇറ്റ്. ഓക്കെ, ആംഗിൾ ബിയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ആരാണ്? ആംഗിൾ Q ആണ് അല്ലെ? ആംഗിൾ Q തന്നിട്ടുണ്ടല്ലോ. വി നോ ഇറ്റ്. എത്രയാണ്? 70 ഡിഗ്രി. ഇമ്മീഡിയറ്റ്ലി യു ഗോട്ട് ദിസ് ഓൾസോ, റൈറ്റ്? 70 ഡിഗ്രി. ആംഗിൾ സി നിങ്ങൾക്ക് അറിയോ? ആംഗിൾ സി അറിയില്ല. പക്ഷെ ആംഗിൾ സിയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ആരാ? ആംഗിൾ പി. ആംഗിൾ പി തന്നിട്ടുണ്ടോ? ഇല്ല, നമുക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ട്രയാങ്കിളിൽ ഇപ്പൊ നോക്ക്, ആംഗിൾ എ കിട്ടി, ആംഗിൾ ബിയും കിട്ടി അല്ലെ? 70 കിട്ടിയില്ലേ? ഇപ്പം ആംഗിൾ 70 കിട്ടി, ഇതുമായിട്ട് മാച്ച് ചെയ്ത്. അപ്പൊ ഇത് രണ്ടും അറിയുന്നതുകൊണ്ട് മൂന്നാമത്തെ നമുക്ക് 180 മൈനസ് ചെയ്താൽ പോരെ? 60 plus 70, 130. So angle C is going to be 50 degree. If it is 50 degree, immediately you will get this also as 50 degree. I hope you understood this. കുറച്ച് tricky ആണ്, but it is really interesting. അല്ലെ? അപ്പൊ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഒന്നും കൂടെ കേട്ട് നോക്കുക, in case if you have doubt. അപ്പൊ ആദ്യത്തേത് ഫസ്റ്റ് സ്റ്റെപ്പ്, as I said, you have to find out this relationship. Once you get it, list all the corresponding angles. എന്നിട്ട് തന്നത് എവിടെയൊക്കെയാണ് തന്നിരിക്കുന്നത് തന്നതനുസരിച്ച് രണ്ട് ടേബിൾ മാതിരി നിങ്ങൾ ഫില്ല് ചെയ്താൽ. Okay. So I hope you understood today's sessions. So we'll wind up today's class and we'll continue the next session. Okay. Thank you all for watching today. So I would suggest you all practice this. Watch this video once again if you did not understand. And I would recommend to share this with as many friends as possible. And please subscribe to my channel as well. Thank you all for watching today. I'll be taking the next session of the same chapter tomorrow. Thank you. Bye-bye.